ന്യൂസ് മലയാളം ബ്രേക്കിംഗ്. കൊച്ചി മേയർ പദവിയിലേക്ക് തഴഞ്ഞതോടെ നിയമസഭാ സീറ്റ് ആവശ്യപ്പെട്ട് ദീപ്തി മേരി വർഗീസ് തൃക്കാക്കര സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച് നേതൃത്വത്തെ സമീപിച്ചു. സീറ്റ് വിട്ടുകൊടുക്കാൻ ഉമാ തോമസ് തയ്യാറാകില്ല. വീണ്ടും മത്സരിക്കാനാണ് ഉമാ തോമസിന്റെ തീരുമാനം. സഹിൻ ആന്റണി വാർത്തയുടെ വിശദാംശങ്ങളുമായിട്ടുണ്ട്. സഹിൻ, ദീപ്തി മേരി വർഗീസിന് ഈ കൊച്ചി മേയർ സ്ഥാനം ആദ്യം ഈ കണക്ക് കൂട്ടിയിരുന്നു ദീപ്തി മേരി വർഗീസ്. അത് ലഭ്യമായില്ല. അതിന്റെ അതൃപ്തി ഇന്നലത്തെ ചിന്തൻ ശിബിറിലടക്കം ദീപ്തി മേരി വർഗീസ് ഉന്നയിച്ചതാണ്. ഇപ്പോൾ തൃക്കാക്കരയ്ക്കായുള്ള ദീപ്തിയുടെ നീക്കം അത് എത്ര കണ്ട് നടക്കും? സേതു, ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ദീപ്തി മേരി വർഗീസിനെ മേയറാക്കുന്നതിൽ ഏതാനും ചില നേതാക്കളുടെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അവരെ മേയറാക്കാനുള്ള തീരുമാനത്തെ നേതാക്കൾ അട്ടിമറിക്കുകയായിരുന്നു. ഇതിനെതിരെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്തുണ്ട്. അവർ തന്നെയാണ് ദീപ്തി മേരി വർഗീസിനെ തൃക്കാക്കരയിൽ മത്സരിപ്പിക്കണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ദീപ്തി മേരി വർഗീസും ഇതേ ആവശ്യം നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. തൃക്കാക്കരയിലേക്ക് മത്സരിക്കാൻ താൻ തയ്യാറാണ്, തൃക്കാക്കര സീറ്റ് തനിക്ക് നൽകണമെന്നുള്ള ഒരു ആവശ്യം ദീപ്തി മേരി വർഗീസ് മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദീപ്തി മേരി വർഗീസിനെ മത്സരിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യം മറ്റു നേതാക്കളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും തൃക്കാക്കര സീറ്റ് ദീപ്തി മേരി വർഗീസിന് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നേതൃത്വം കടക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതേസമയം തൃക്കാക്കര സീറ്റിൽ വീണ്ടും മത്സരിക്കാൻ ഉമാ തോമസും ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ ഉമാ തോമസ് മത്സരരംഗത്തെത്തിയത് ഒരു വട്ടം മാത്രമേ താൻ മത്സരിക്കൂ എന്നുള്ള ഒരു സൂചനയെല്ലാം നൽകിക്കൊണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉമാ തോമസ് മണ്ഡലത്തിൽ കളം നിറയുകയാണ്. മാത്രമല്ല, ഒരു വട്ടം കൂടി മത്സരരംഗത്തേക്ക് ഇറങ്ങാനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഉമാ തോമസും നേതൃത്വത്തെ പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ദീപ്തി മേരി വർഗീസ് തൃക്കാക്കര സീറ്റിന് വേണ്ടിയുള്ള ഒരു അവകാശവാദം നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുമുണ്ട്. തന്നെ ഒരു മേയറാക്കുന്നതിൽ നിന്നും ഏതാനും ചില നേതാക്കൾ ഇടപെട്ട് അത് അട്ടിമറിച്ചു. പകരം തൃക്കാക്കര സീറ്റ് തനിക്ക് നൽകണം എന്നുള്ളതാണ് ദീപ്തിയുടെ ആവശ്യം. ഇതേ ആവശ്യം തന്നെ ദീപ്തിയോട് അടുപ്പം പുലർത്തുന്ന ഏതാനും ചില നേതാക്കളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള നീക്കങ്ങൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. സേതു, ഓക്കെ, ശരി. സഹിൻ ആന്റണിയാണ് ഈ വലിയ വാർത്ത പ്രേക്ഷകരിലേക്ക് വലിയ വാർത്തയാണത്. കാരണം ഇനി വലിയ ചർച്ചകളിലേക്കും സംവാദങ്ങളിലേക്കും ഒക്കെ പോകേണ്ട കാര്യമാണ്. കാരണം തൃക്കാക്കര വിടാൻ ഉമാ തോമസ് തയ്യാറാകുമെന്ന് തോന്നണില്ല. അപ്പോൾ അങ്ങനെ ദീപ്തിയുടെ ആവശ്യം കൂടി വരുമ്പോൾ ഇത് എങ്ങനെയാകും ചർച്ച? കാരണം ദീപ്തിക്ക് ഓൾറെഡി ഒരു അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. കൊച്ചി മേയർ ആകാത്തതിലൊരു അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. അത് ചില നേതാക്കളുടെ മാത്രം ഏകപക്ഷീയമായ തീരുമാനമാണ് എന്നൊരു പരാതിയുണ്ട്. ഇന്നലത്തെ ഈ ചിന്തൻ ശിബിർ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഈ ഒരു വിഷയം ദീപ്തി ആ ക്യാമ്പിലും ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതൊരു വശത്ത് നിൽക്കുന്നു. മറുവശത്ത് ഉമാ തോമസ് ഉണ്ട്. നേതൃത്വം എങ്ങനെ ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കും എന്ന കാര്യം നമ്മൾ കാത്തിരുന്ന് തന്നെ അറിയേണ്ടിയും ഇരിക്കുന്നു.